നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 1199 മീനമാസം 31 ശനിയാഴ്ച ഉദിച്ച് 35 നാഴിക 6 വിനാഴികയ്ക്ക് മകേര നക്ഷത്രത്തിൽ ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരും. അപ്പോൾ ഈ വിഷു വശാൽ ഉള്ള പൂരാട നക്ഷത്രക്കാരുടെ ഫലം എന്താണ് ഒരു വർഷത്തേക്ക് എന്ന് നോക്കുന്ന സമയത്ത് 8 രൂപ വരുമാനം കിട്ടുമ്പോൾ 14 രൂപയോളം ചിലവ് വരുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ്. അതായത് ഇരട്ടി പൈസയോളം അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് കാരണം ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ധനം ചിലവഴിക്കാനും ഒക്കെ ശ്രദ്ധിച്ച് വളരെ പിടിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. എന്നാലും കുറച്ച് വളരെ ശ്രദ്ധിച്ചാൽ പോലും, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വാഹനം വാങ്ങുക, വീട് വാങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് ഓവറായിട്ട് സാമ്പത്തികമായിട്ടുള്ള ചിലവ് ഉണ്ടാകും. സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം മദ്യശൽക്കമാണ്. അപ്പോൾ മദ്യശൽക്കമായത് കാരണം കൊണ്ട് തന്നെ വസ്ത്രലാഭം, സമ്പൽ സമൃദ്ധി, സ്ഥാനമാനങ്ങൾ നേടാനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ നൂതനമായിരിക്കുന്ന വസ്തുക്കൾ കൈവശം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗം ഉള്ളത് കാരണം കൊണ്ടാണ് ചിലവ് ജാസ്തി വരാനുള്ള സാധ്യത. കർമ്മസംബന്ധമായിട്ടൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിലൊന്നും വലിയ പ്രതിസന്ധികളില്ല, വരുമാനത്തിൽ കുറവ് വരാനുള്ള സാധ്യതയില്ല. എന്നാൽ ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് താനും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് ധനം ചിലവഴിക്കേണ്ട അവസ്ഥകളിലൂടെ ഈ വർഷത്തിൽ കടന്നു പോകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കാരണം 6ാം ഭാവത്തിലാണ് ഈ മെയ് മാസത്തിൽ വ്യാഴം 6ലേക്ക് മാറും. ഇപ്പോൾ 5ലാണ് നിൽക്കുന്നത്. അപ്പോൾ 6ാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി ചില സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. ഷഷ്ടേ മഹാബലി ബന്ധനം എന്നാണ് പറയുക. അതായത് നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് താൽക്കാലികമായിട്ടൊന്ന് ലോക്കാകുന്ന ഒരവസ്ഥയാണ്. അതിനുശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഇടവരികയും ചെയ്യും. അപ്പം മാത്രമല്ല, 6ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കുറവായിരിക്കും. ശുഭയോഗം അവിടെ വന്നത് കാരണം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള രീതിയിലുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറവ് വരാനായിട്ടുള്ള യോഗമുണ്ട്. അപ്പോൾ ആ രീതിയിൽ അനുകൂലമാണ്. തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങളും അനുകൂലമായിരിക്കുന്ന നല്ല ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗം തന്നെയാണുള്ളത്. പക്ഷേ ഈ 6ാം ഭാവത്തിൻ്റേതായിരിക്കുന്ന ദോഷമൊന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 4ാം ഭാവത്തിൽ അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നേരം വീട് വിട്ട് നിൽക്കാനിട വരിക. വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീതമായിട്ടുള്ള സ്വഭാവം അനുഭവിക്കുക. അപ്പോൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുകയല്ല, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ട് അന്യദേശത്ത് പോകേണ്ട അവസ്ഥ വരികയൊക്കെ ചെയ്യാനുള്ള യോഗമൊക്കെ ഉണ്ട്. അപ്പോൾ നാഗപൂജ ചെയ്യുക, വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.